ഹലോ എവ്രി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാറ്റലൈറ്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം ഏതാണ് പ്രധാനപ്പെട്ട സാറ്റലൈറ്റ്സുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജർ ആയിട്ടുള്ള സെലസ്റ്റിയൽ ബോഡിയെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ റിവോൾവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സാറ്റലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു സെലസ്റ്റിയൽ ബോഡി, ആ സെലസ്റ്റിയൽ ബോഡിയെ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അതായത് ഇപ്പം എർത്തിനെ മൂണ് കറങ്ങുന്നത് പോലെ കറങ്ങുന്ന ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് എന്ന വേർഡ് ഒറിജിൻ ചെയ്ത് വരുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള സാറ്റലസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. ആ വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ കമ്പാനിയൻ ഓർ ഗാർഡ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഈ സാറ്റലൈറ്റ് എന്നുള്ളൊരു പദം ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റുമായിട്ടും അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആണ് ഇൻഫർമേഷൻസ് ഗ്യാതറിങ്ങിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഘടകം, അല്ലെങ്കിൽ മനുഷ്യന് വളരെ എഫേർട്ട്ലെസ് ഇൻ ദ സെൻസ് അവൻ്റെ കായികാധ്വാനം കുറച്ചുകൊണ്ട് ടെക്നിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റോടുകൂടി ഡാറ്റാസ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് സാറ്റലൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പുട്നിക് 1ൻ്റെ ലോഞ്ചോടുകൂടിയാണ് ഈ ഒരു മേഖലയിൽ വളരെ വലിയൊരു റവല്യൂഷൻ ആയിട്ടുള്ളൊരു ചേഞ്ചസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകൾ നമുക്ക് കണ്ടിന്യൂസ് ആൻഡ് ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എർത്തിനെ കുറിച്ചും എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും ഓഷ്യനെ കുറിച്ചും അതിൻ്റെ ലാൻഡ് സർഫേസിനെ കുറിച്ചും വിവിധ തരത്തിലുള്ള മനുഷ്യന് ഉപയോഗപ്രദമാകുന്ന വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി തരാൻ ഇത്തരം സാറ്റലൈറ്റ്സിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് സാറ്റലൈറ്റ്സിനെ പ്രധാനമായിട്ടും ഒരു ബ്രോഡ് കാറ്റഗറി ആയിട്ട് അതിൻ്റെ ഒറിജിനെ ബേസ് ചെയ്തിട്ട് അതിനൊരു ബ്രോഡ് കാറ്റഗറി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ സാറ്റലൈറ്റ്സ് അഥവാ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്നിങ്ങനെ രണ്ട് കാറ്റഗറി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്ലാനറ്റിന് കറങ്ങുന്നതായിട്ടുള്ള ചെറിയ ബോഡി ആയിരിക്കും. ദാറ്റ് മീൻ എർത്തിന് നമ്മുടെ മൂണ് കറങ്ങുന്നത് പോലെ അത് നാച്ചുറലി ഉണ്ടായതാണ്. ഓക്കെ, അത്തരത്തിലുള്ളതാണ് നാച്ചുറൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ ആർട്ടിഫിഷ്യൽ ഓർ മാൻമെയ്ഡ് സാറ്റലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ ലോഞ്ച് ചെയ്യുന്നതായിട്ടുള്ള സ്പെസിഫിക് പർപ്പസിനെ ബേസ് ചെയ്തുകൊണ്ട് ലോഞ്ച് ചെയ്യുന്നതായിട്ടുള്ള സാറ്റലൈറ്റുകളുണ്ട്. അത്തരം സാറ്റലൈറ്റുകളെയാണ് ആർട്ടിഫിഷ്യൽ ഓർ മാൻമെയ്ഡ് സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ ഇതിനൊരു എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളാണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ ഒരു കാറ്റഗറിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ, നാവിഗേഷൻ സാറ്റലൈറ്റ്, വെതർ സാറ്റലൈറ്റ്, മിലിറ്ററി സാറ്റലൈറ്റ് എന്നിങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ TV, റേഡിയോ, ടെലിഫോൺ അങ്ങനെ ഇത്തരത്തിലുള്ള സിഗ്നൽസുകളെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ. ദെൻ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ എന്ന് പറയുന്ന സമയത്ത് എർത്തിൻ്റെ സർഫേസിനെയും അറ്റ്മോസ്ഫിയറിനെയും ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യൻ അയക്കുന്ന സാറ്റലൈറ്റുകളാണ്. ദെൻ അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനെയും സ്പീഡിനെയും ടൈമിങ്ങിനെയും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ അയക്കുന്നത് നാവിഗേഷൻ സാറ്റലൈറ്റുകളാണ്. ദെൻ വെതർ മോണിറ്ററിങ്ങിന് വേണ്ടി അയക്കുന്ന വെതർ സാറ്റലൈറ്റുകളുണ്ട്. ദെൻ അതുപോലെ തന്നെ ഡിഫൻസ് ആൻഡ് സർവൈലൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിലിറ്ററി സാറ്റലൈറ്റ്സുകളും ഉണ്ട് എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഓർബിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സാറ്റലൈറ്റ്സിനെ തരംതിരിക്കാൻ വേണ്ടി കഴിയും. ലോ എർത്ത് ഓർബിറ്റ് അഥവാ 160 to 200 കിലോമീറ്റർ എബോവ് എർത്ത് സർഫേസിൽ നിന്നാണ് ഒരു സാറ്റലൈറ്റ് പൊസിഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ലോ എർത്ത് ഓർബിറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ദെൻ മീഡിയം എർത്ത് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 2000 to 35,786 കിലോമീറ്റർ വരെയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതൊരു ഇൻ്റർമീഡിയറ്റ് ഓൾട്ടിറ്റ്യൂഡാണ്. നാവിഗേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകൾ ഉപയോഗിക്കാറുള്ളത്. ദെൻ അടുത്തത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ഏകദേശം 36,000 കിലോമീറ്ററോ അതിൻ്റെ ഇൻ ബിറ്റ്വീനോ ആയിട്ട് വരുന്നതാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ റൊട്ടേഷനുമായിട്ട് മാച്ച് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു സാറ്റലൈറ്റ് കറങ്ങുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വെതർ അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തത്
ഹൈ എർത്ത് ഓർബിറ്റ് ആണ്. അതായത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൻ്റെയും മുകളിൽ വരുന്നതാണ് ഹൈ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത്. അതായത് എലിപ്റ്റിക്കൽ ഇൻ സം കേസസ് ആയിരിക്കും. വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മിഷൻസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹൈ എർത്ത് ഓർബിറ്റുകൾ ഉപയോഗിക്കാറുള്ളത്. ദെൻ പോളാർ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിൽ എർത്തിൻ്റെ മുകളിലായിട്ട് കറങ്ങുന്നതായിട്ടുള്ള സാറ്റലൈറ്റുകളാണ് പോളാർ ഓർബിറ്റ്. അത് ഏകദേശം 500 to 800 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ തന്നെ വരൂ എന്നുള്ളതാണ്. അതായത് ഒരു ലോ എർത്ത് ഓർബിറ്റ് ആണ് പോളാർ ഓർബിറ്റിനുള്ളത് എന്നുള്ളതാണ്. ഇനി റിമോട്ട് സെൻസിങ്ങിൻ്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് നോക്കാം. ഏകദേശം 1800 ആ ഒരു കാലഘട്ടം മുതൽക്ക് തന്നെ ഇത്തരത്തിലുള്ള ഒരു കുറച്ചുകൂടെ എർത്ത് സർഫേസിൽ നിന്നും ഉയരത്തിൽ നിന്ന് എർത്തിൻ്റെ മനസ്സിലാക്കാനുള്ളൊരു പേഴ്സ്പെക്റ്റീവിനെ കുറിച്ച് അല്ലെങ്കിൽ അതായത് എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ സയൻറ്റിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ആദ്യം ഹോട്ട് എയർ ബലൂണുകളിൽ ക്യാമറ മൗണ്ട് ചെയ്തുകൊണ്ടാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ആദ്യത്തെ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് അവർ എടുത്തിട്ടുള്ളത്. ദെൻ പിന്നീട് പ്രാവുകളുടെ കാലുകളിൽ ക്യാമറ അറ്റാച്ച് ചെയ്തുകൊണ്ട് അവർ ഫോട്ടോഗ്രാഫിക്ക് ട്രൈ ചെയ്തിരുന്നു. ദെൻ വേൾഡ് വാർ 1 ആ ഒരു ടൈമുകളിലൊക്കെയാണ് എയർക്രാഫ്റ്റിൽ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ക്യാമറകൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാമെട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻസ് ആരാണ് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ വേൾഡ് വാർ കഴിഞ്ഞ് ഒരു ഇൻ്റർ വാർ പീരീഡ് ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് വേൾഡ് വാറിൻ്റെയും സെക്കൻഡ് വേൾഡ് വാറിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഇൻ്റർ വാർ പീരീഡിനകത്ത് എയർക്രാഫ്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തു. കാരണം അതിൻ്റെ ബെറ്റർ റെസൊല്യൂഷനും അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടൊരു പ്ലാറ്റ്ഫോമിൻ്റെയും ഒക്കെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളും റെസൊല്യൂഷനിൽ വരുത്തിയ മാറ്റങ്ങളും ഒക്കെ തന്നെ ടോപ്പോഗ്രാഫിക് മാപ്പിങ്ങിന് വളരെയധികം സഹായകരമായി എന്നുള്ളതാണ്. ദെൻ വേൾഡ് വാർ 2 ടൈമുകളിൽ ഇൻഫ്രാറെഡ് ആൻഡ് മൈക്രോവേവ് ഇമേജിങ് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതായത് നിയർ ഇൻഫ്രാറെഡിൻ്റെയും തെർമൽ ഇൻഫ്രാറെഡ് അതുപോലെ തന്നെ റഡാർ ഇമേജിങ് തുടങ്ങിയ ടെക്നോളജികളൊക്കെ വളരെയധികം പ്രോഗ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രഷൻ വെജിറ്റേഷൻ ഹെൽത്ത് മോണിറ്റർ ചെയ്യുന്നതിനും നൈറ്റ് ടൈമിൽ പോലും മിലിറ്ററി ഓപ്പറേഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകി എന്നുള്ളതാണ്. ദെൻ വേൾഡ് വാർ 2 ശേഷം ഏരിയൽ ഫോട്ടോഗ്രാഫിന് സിവിലിയൻ ആക്സസ് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഇംപ്രൂവ്ഡ് ഫിലിം ആൻഡ് ഫോട്ടോ ഇൻ്റർപ്രിറ്റേഷൻ ഈ കാലഘട്ടത്തിൽ നടന്നു. ഇത് ജിയോളജി, ഫോറസ്ട്രി, അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ് തുടങ്ങിയ മേഖലകളിൽ കൂടുതലായിട്ടുള്ള ആപ്ലിക്കേഷന് കാരണമായി എന്നുള്ളതാണ്. ഇനി സ്പേസ് ബേസ്ഡ് റിമോട്ട് സെൻസിങ് എങ്ങനെയാണ് 1946-70 കാലഘട്ടങ്ങളിൽ വന്നത് എന്ന് നമുക്ക് നോക്കാം. 1946 V2 റോക്കറ്റ്സുകളിൽ ക്യാമറ മൗണ്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് എർത്ത് ഇമേജുകൾ എടുത്തത് ഇവരാണ് എന്നുള്ളതാണ്. ദെൻ 1957 സ്പുട്നിക് 1 ലോഞ്ച് ചെയ്യപ്പെട്ടു. ഇത് സ്പേസ് ബേസ്ഡ് ഒബ്സർവേഷൻ്റെ ഒരു തുടക്കം സ്പുട്നിക് 1ൻ്റെ ലോഞ്ചോടുകൂടിയാണ്. 1960കളിൽ ആസ്ട്രോനറ്റ് ഫോട്ടോഗ്രാഫി ഫ്രം സ്പേസ് ക്രാഫ്റ്റ്, സ്പേസ് ക്രാഫ്റ്റുകളിൽ നിന്നും ആസ്ട്രോനറ്റ് ഫോട്ടോഗ്രാഫികൾ റിലീസാവാൻ തുടങ്ങി. ഇത് എർത്തിനെയും മൂണിനെയും ഒക്കെ ഡയറക്റ്റ് ഒബ്സർവേഷൻ ചെയ്യുന്നതിന് കാരണമായി എന്നുള്ളതാണ്. ദെൻ 1960-70 കാലഘട്ടങ്ങളിൽ ലാൻഡ്സാറ്റ് 1ഉം നിംബൂസ് മിഷൻസും ഒക്കെ തന്നെ ഗ്ലോബൽ സ്കെയിൽ എർത്ത് ഒബ്സർവേഷനെ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ്. ദെൻ 1970കളിൽ റഡാർസാറ്റ് 1 കോൺസെപ്റ്റ് എവല്യൂഷൻ സംഭവിക്കുന്നു. സോ മൈക്രോവേവ് റിമോട്ട് സെൻസിങ്ങിന് വളരെയധികം അക്സെപ്റ്റൻസ് കിട്ടുന്നു. മൈക്രോവേവ് റിമോട്ട് സെൻസിങ്ങിന് അക്സെപ്റ്റൻസ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അവിടെ വെതർ ഫിനോമിനാസ് കാരണം നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റാതിരുന്ന സ്ഥലങ്ങളിൽ പോലും നമുക്ക് മനുഷ്യനൊരു ആക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ദെൻ 1970കളിൽ UARS ഇവൻ്റ് വരുന്നു. അത് അറ്റ്മോസ്ഫിയറിക് സ്റ്റഡീസിനെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. ദെൻ മോഡേൺ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എറ എന്ന് പറയുന്നത് 1980 മുതൽ നിലവിലുള്ള കാലം വരെയാണ്. അതായത് ഒരു സാധാരണക്കാരന് പോലും ഡാറ്റ അവൈലബിൾ ആകുന്ന തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് വന്നു. അതായത് അത്തരത്തിലുള്ള റിസർച്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ് സിവിലിയൻസിന് സാറ്റലൈറ്റ് ഡാറ്റ അവൈലബിൾ ആക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ്. അതായത് റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടും എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടും അത് കൃത്യമായിട്ട് പൊതുജനങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആക്സസ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ദെൻ 1990കളിൽ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ ഫൊറിയർ ടെക്നിക്സും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു. ഇത് സാറ്റലൈറ്റ് ഡാറ്റയുടെ ഇൻ്റർപ്രിട്ടേഷനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നതിന് കാരണമായി എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ 2000 സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ മിഷൻസ് അതുപോലെ തന്നെ പ്ലാനറ്ററി മിഷൻസും ഒക്കെ വന്നത് ടോപ്പോഗ്രാഫിക് മാപ്പിംഗ് ഓഫ് വീനസ് ഇതിനെ സഹായിച്ചു എന്നുള്ളതാണ്. ദെൻ 1995 സോളാർ ആൻഡ് സ്പേസ് വെതർ സ്റ്റഡീസ് ഉണ്ട്. ഇതിന് കാരണമായി സോഹോയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്.
അപ്പം സോഹോ എന്ന് പറയുന്ന സമയത്ത് സോളാർ ആൻഡ് ഹീലിയോസ്ഫിയറിക് ഒബ്സർവേറ്ററി എന്നുള്ളതാണ്. ഇത് സോളാറിൻ്റെ സ്പേസും അതിൻ്റെ വെതർ സ്റ്റഡീസുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. ദെൻ നിലവിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള GIS ആൻഡ് റിമോട്ട് സെൻസിങ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത് ഗ്ലോബൽ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതിനും ഗ്ലോബലായിട്ട് എല്ലാ കാര്യങ്ങളിലും എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാമുകളുടെ ചരിത്രമാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഡെവലപ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് ഫേസ് ആണ്. ഓക്കെ, ആദ്യം 1947 PRL എന്ന് പറയുന്ന ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. വിക്രം സാരാഭായ് ആണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. PRL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ്. ഇത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് സ്ഥാപിതമാക്കുന്നത്. ഓക്കെ, ദെൻ പിന്നീട് 1962 ഇൻകോസ്പാർ എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. ഇത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഇന്ത്യക്കകത്ത് ആദ്യമായിട്ട് സ്പേസ് റിസർച്ചിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ബോഡിയാണ് ഇൻകോസ്പാർ എന്ന് പറയുന്നത്. പിന്നീട് ഇത് 1969 ISRO ആയിട്ട്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനായിട്ട് മാറി എന്നുള്ളത്. ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ പെർഫെക്റ്റ് ആയ സമയത്താണ് 1975 1990 കാലഘട്ടങ്ങളിൽ ധാരാളമായിട്ടുള്ള സാറ്റലൈറ്റുകൾ ഇന്ത്യ വിക്ഷേപിക്കുന്നുണ്ട്. 1975 ആദ്യത്തെ ഇന്ത്യൻ സാറ്റലൈറ്റ് ആയ ആര്യഭട്ട വിക്ഷേപിക്കപ്പെടുന്നു. ദെൻ 1979 ഭാസ്കര 1 എന്ന് പറയുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നു. 1981 ഭാസ്കര 2, ഇതും റിമോട്ട് സെൻസിങ് അപ്ലിക്കേഷൻസ് ആണ് ഇതിൻ്റെ ഒരു വരുന്നത്. ദെൻ 1981 ആപ്പിൾ അഥവാ അരിയാന പാസഞ്ചർ പേലോഡ് എക്സ്പീരിമെൻറ്റ് വിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇത് എക്സ്പീരിമെൻ്റൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ദെൻ 1980 ഇൻസാറ്റിൻ്റെ സീരീസ് ഇന്ത്യ ആരംഭിക്കുന്നത്. അതായത് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം സീരീസ് ആണിത്. ഇപ്പം ഇൻസാറ്റ് 1A ഉണ്ട്, 1B, 1C, 1D അങ്ങനെയുള്ള സാറ്റലൈറ്റുകളാണിത്. കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയോളജി ആയിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസാറ്റിൻ്റെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഇൻഡിജീനിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് രൂപീകൃതമാക്കപ്പെട്ടതാണ്. ദെൻ ഇൻസാറ്റ് 3 കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെറ്റീരിയോളജിക്കൽ സർവീസസ് ആണ്. ഇൻസാറ്റിൻ്റെ 4 എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ടെലികോം സർവീസിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. ദെൻ 1980 ഇന്ത്യ IRSൻ്റെ സീരീസ് ഓപ്പറേഷണൽ റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ട് രൂപീകൃതമാക്കി എന്നുള്ളതാണ്. ഇനി ഇന്ത്യയുടെ ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ SLV, ASLV, PSLV, GSLV ഇതാണ് ഇന്ത്യ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലോഞ്ച് വെഹിക്കിൾ. അപ്പോൾ SLV എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്പീരിമെൻ്റൽ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിളാണ്. ദെൻ ASLV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗ്മെൻറ്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. ഇത് ഇംപ്രൂവ്ഡ് പേലോഡ് കപ്പാസിറ്റി ഉള്ള ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട വെഹിക്കിളാണ് എന്നുള്ളതാണ്. ദെൻ PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. റിലയബിൾ ആയിട്ടുള്ള റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ലോഞ്ചറാണ് PSLV ഇന്ത്യയെ സംബന്ധിച്ച്. ദെൻ GSLV ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. ഹെവി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് GSLV എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ സ്പേസ് പ്രോഗ്രാംസ് ആണ്. 1957 സ്പുട്നിക് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് നമ്മുടെ സ്പുട്നിക് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ വരുന്നത് 1958 എക്സ്പ്ലോറർ 1 USA ഫസ്റ്റ് സാറ്റലൈറ്റ് ആണ്. ദെൻ 1961 യൂറി ഗഗാറിൻ വോസ്റ്റോക്ക് എന്ന് പറയുന്നതിൽ സ്പേസിലേക്ക് സഞ്ചരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഹ്യൂമൻ ഇൻ സ്പേസ് ആണ് യൂറി ഗഗാറിൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് സ്പേസ് വാക്ക് ചെയ്തത് അലക്സി ലിയോനോവ് ആണ്. എക്സ്ട്രാ വെഹിക്കുലാർ ആക്ടിവിറ്റി മൈൽ സ്റ്റോൺസ് ആണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. 1969 അപ്പോളോ 11 മൂണിൽ ലാൻഡ് ചെയ്യുന്നു. മൂണിൽ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ഹ്യൂമണിനെ കൊണ്ടുപോയത് അപ്പോളോയാണ് എന്നുള്ളതാണ്. ദെൻ 1971 സല്യൂട്ട് 1 ഫസ്റ്റ് സ്പേസ് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാൻഡ്സാറ്റിൻ്റെ പ്രോഗ്രാമാണ്. ലാൻഡ്സാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റണ്ണിങ് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് പ്രോഗ്രാമുകളാണ് ലാൻഡ്സാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 1972 ലാൻഡ്സാറ്റ് 1 ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഒറിജിനലി ഇതിനെ ERTS എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നാസയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ജിയോളജിക്കൽ സർവേയുമാണ് ജോയിൻ്റ്ലി ഇത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോകത്തെ
ലോകത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് പ്രോഗ്രാമാണ് ലാൻഡ്സാറ്റ് എന്ന് പറയുന്നത്. ഇത് സൺ സിൻക്രണസും അതുപോലെ തന്നെ നിയർ പോളാർ ഓർബിറ്റിലുമാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 185 കിലോമീറ്റർ ആണ് ഇതിൻ്റെ സ്വാത്ത് വിഡ്ത്ത് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം എർത്തിൻ്റെ ലാൻഡ് സർഫേസിൻ്റെ അതായത് മൾട്ടി സ്പെക്ട്രൽ മോഡറേറ്റ് റെസൊല്യൂഷൻ ഇമേജറി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് ലാൻഡ്സാറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഇത് പ്രധാനമായിട്ടും ലാൻഡ് യൂസിന് വേണ്ടിയിട്ടും ലാൻഡ് കവർ മാപ്പിങ്ങും അഗ്രികൾച്ചർ, ഫോറസ്ട്രി, അർബൻ സ്റ്റഡീസ്, വാട്ടർ റിസോഴ്സസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മോണിറ്ററിങ്ങിനും വേണ്ടിയിട്ടാണ് ലാൻഡ്സാറ്റിൻ്റെ സീരീസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ലാൻഡ്സാറ്റ് 1 മുതൽ 9 വരെ ഏതൊക്കെ സീരീസാണുള്ളത്, അത് ഏതൊക്കെ ഇയർ ആണ് എന്നുള്ളതിൻ്റെ ഒരു ഇമേജാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലാൻഡ്സാറ്റ് 1 1972 ടു 1978 വരെയാണ് വർക്ക് ചെയ്തിരുന്നത്. ഇതിൻ്റെ സെൻസർ എന്ന് പറയുന്നത് RBVയും അതുപോലെ തന്നെ MSSഉം ആയിരുന്നു. RBV എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ബീം വീഡിയോകോണും അതുപോലെ തന്നെ MSS എന്ന് പറയുമ്പോൾ മൾട്ടി സ്പെക്ട്രൽ ആയിട്ടുള്ള സ്കാനറുമാണ്. ഇതിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ RBVയുടെ 80 മീറ്ററാണ്. അതായത് RBVക്ക് 80 മീറ്റർ വരെയുള്ള ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. MSS എന്ന് പറയുമ്പോൾ 82 മീറ്ററാണ്. ദെൻ ഇതിൻ്റെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇത് ഉപയോഗിച്ചിരുന്ന സ്പെക്ട്രൽ ബാൻഡുകൾ 0.475 മുതൽ 0.830 മൈക്രോമീറ്റർ വരെയുള്ളതാണ് എന്നുള്ളതാണ് RBVയിൽ. ദെൻ MSSൽ 0.5 മുതൽ 1.1 മൈക്രോമീറ്റർ വരെ ഉള്ള സ്പെക്ട്രൽ ബാൻഡുകൾ ഈ MSSൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 6 ബിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു വരുന്ന ഇൻറ്റൻസിറ്റിയെ തിരിച്ചറിയാനുള്ള എനർജിയിലെ ഒരു വേരിയേഷനെ തിരിച്ചറിയാനുള്ള ഒരു സാറ്റലൈറ്റിൻ്റെ കഴിവിനെയാണ് നമ്മൾ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം 6 ബിറ്റാണ് ലാൻഡ്സാറ്റ് 1ൻ്റെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. ഇതിൻ്റെ ടെമ്പോറൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 80 ഡേയ്സ് ആണ്. അതായത് ഒരു സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ ഒരു സാറ്റലൈറ്റ് തിരിച്ച് 18 ദിവസത്തിന് ശേഷം വരും എന്നുള്ളതാണ് പറയുന്നത്. ലാൻഡ്സാറ്റ് 2 1975 ടു 82 വരെയാണ് ഇതിൻ്റെ പീരീഡ് വരുന്നത്. ഇതിലും RBV ആൻഡ് MSS എന്ന് പറയുന്ന സെൻസേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അറിയാം, RBVക്ക് 80 മീറ്ററും MSSന് 82 മീറ്ററുമാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ വരുന്നത്. സ്പെക്ട്രൽ റെസൊല്യൂഷനും ലാൻഡ്സാറ്റ് 1ൻ്റേത് പോലെ തന്നെയാണ്. റേഡിയോമെട്രിക് റെസൊല്യൂഷൻ 6 ബിറ്റ് ആണ്. ടെമ്പോറൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 18 ഡേയ്സ് തന്നെയാണ്. ദെൻ 1978 ടു 83 കാലഘട്ടത്തിൽ ലാൻഡ്സാറ്റ് 3 വർക്ക് ചെയ്തിരുന്നു. അതിനകത്തും സെൻസേഴ്സ് സെയിം തന്നെയാണ്. സ്പേഷ്യൽ റെസൊല്യൂഷനും RBV 80 മീറ്ററും MSS 82 മീറ്ററുമാണ്. ഇത് സ്പെക്ട്രൽ റെസൊല്യൂഷൻ MSSന് മാത്രം തെർമൽ ബാൻഡിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ദെൻ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ 6 ബിറ്റ് ആണ്. ടെമ്പോറൽ റെസൊല്യൂഷൻ 18 ഡേയ്സുമാണ് വരുന്നത്. ദെൻ ലാൻഡ്സാറ്റ് 4 1982 ടു 2001 വരെയാണ്. ഇവിടെ MSSഉം തീമാറ്റിക് മാപ്പറുമാണ് ഉപയോഗിക്കുന്നത്. MSSൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ 79 മീറ്റേഴ്സും തീമാറ്റിക് മാപ്പറിൻ്റെ 30 മീറ്ററുമാണ് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ വരുന്നത് തീമാറ്റിക് മാപ്പർ 0.45 മുതൽ 2.35 മൈക്രോമീറ്റർ വരെയും തെർമൽ എന്ന് പറയുന്ന റീജിയൻ 10.4 മുതൽ 12.5 മൈക്രോമീറ്റർ വരെയുമാണ്. സോ ഇതിൻ്റെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ 8 ബിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ടെമ്പോറൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 16 ഡേയ്സിൽ തന്നെ ഒരു സ്ഥലത്തേക്ക് റിപ്പീറ്റ് ചെയ്ത് അത് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ലാൻഡ്സാറ്റ് 5 1984 ടു 2012 വരെയാണ്. ഇതിൽ MSSഉം തീമാറ്റിക് മാപ്പറും മൾട്ടി സ്പെക്ട്രൽ സെൻസറും അതുപോലെ തന്നെ തീമാറ്റിക് മാപ്പറുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൽ MSSൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ 79 മീറ്ററും അതുപോലെ തന്നെ തീമാറ്റിക് മാപ്പർ 30 മീറ്ററുമാണ് വരുന്നത്. തെർമലിന് 120 മീറ്ററാണത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ലാൻഡ്സാറ്റ് 4 പോലെ തന്നെയാണ് ഇതിൻ്റെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ വരുന്നത്. റേഡിയോമെട്രിക് റെസൊല്യൂഷൻ 8 ബിറ്റും ടെമ്പോറൽ റെസൊല്യൂഷൻ 16 ഡേയ്സുമാണ് വരുന്നത്. ദെൻ ലാൻഡ്സാറ്റ് 6 1993 പക്ഷെ ഇത് ഫെയിൽ ചെയ്തു. ഇവിടെ ETM ആണ് സെൻസറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എൻഹാൻസ്ഡ് തീമാറ്റിക് മാപ്പറാണ്. ഇതിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ 30 മീറ്ററും അതുപോലെ തന്നെ തീമാറ്റിക് മാപ്പറിൻ്റെ സെയിം ആയിട്ടുള്ള സ്പെക്ട്രൽ റെസൊല്യൂഷൻ ബാൻഡ്സ് ആണ് ഇതിനുള്ളത്. റേഡിയോമെട്രിക് റെസൊല്യൂഷൻ 8 ബിറ്റും ടെമ്പോറൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 16 ഡേയ്സുമാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. ദെൻ ലാൻഡ്സാറ്റ് 7 1999 മുതൽ നിലവ് വരെ ഈ ഒരു കാലഘട്ടം വരെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻഹാൻസ്ഡ് തീമാറ്റിക് മാപ്പറിൻ്റെ പ്ലസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. സ്പേഷ്യൽ റെസൊല്യൂഷൻ 30 മീറ്റർ ആണ്. സ്പെക്ട്രൽ റെസൊല്യൂഷൻ 0.45 മുതൽ 2.35 മൈക്രോമീറ്റർ വരെയാണ്. ദെൻ തെർമൽ ബാൻഡിൻ്റെ വരുന്നത് 10.4 മുതൽ 12.5 മൈക്രോമീറ്റർ വരെയാണ്. ഇതിൻ്റെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ 8 ബിറ്റും ടെമ്പോറൽ റെസൊല്യൂഷൻ 60 ഡേയ്സുമാണ് വരുന്നത്.
ലാൻഡ്സാറ്റ് 8 എന്ന് പറയുന്ന സമയത്ത് 2013 ലോഞ്ച് ചെയ്യപ്പെട്ടു. ഇതുവരെയും അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെൻസേഴ്സ് എന്ന് പറയുന്നത് OLIയും TIRSുമാണ്. OLI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷണൽ ലാൻഡ് ഇമേജർ ആണ്, അതായത് അതൊരു ഒപ്റ്റിക്കൽ സെൻസറാണ്. ദെൻ TIRS എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ ഇൻഫ്രാറെഡ് സെൻസറിനെയാണ് TIRS എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ OLIൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്, പാൻക്രോമാറ്റിക്കിൻ്റെ ഒരു റേഞ്ചിലാണ് വരുന്നത്. ദെൻ തെർമൽ ആണെന്നുണ്ടെങ്കിൽ 100 മീറ്റേഴ്സുമാണ് വരുന്നത് എന്നുള്ളതാണ്. ദെൻ അടുത്തതായിട്ട് സ്പെക്ട്രൽ റെസൊല്യൂഷൻ OLIക്ക് 0.43 മുതൽ 2.29 മൈക്രോമീറ്റർ മുതലുള്ള 9 മൈക്രോമീറ്റർ വരെയാണ്. അതിനകത്ത് 9 ബാൻഡ്സ് ആണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ TIRS 10.6 മുതൽ 12.51 മൈക്രോമീറ്റർ വരെയുള്ള ഒരു റേഞ്ചിലാണ് അതിൻ്റെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ വരുന്നത്. ദെൻ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് 12 ബിറ്റ് ആണ്. ദെൻ ടെമ്പോറൽ റെസൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് 16 ഡേയ്സ് ആയിട്ടാണ് വരുന്നത്. ദെൻ ലാൻഡ്സാറ്റ് 9 എന്ന് പറയുമ്പം എന്താണ് 2021 മുതൽ ഇതുവരെയും വർക്കിംഗ് ആണ്. OLIൻ്റെ 2ഉം അതുപോലെ തന്നെ TIRSൻ്റെ 2ഉമാണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 30 മീറ്റർ തന്നെയാണ്. OLI 2ൻ്റെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സെയിം ആസ് OLI 1 അതുപോലെ തന്നെയാണ്. ദെൻ TIRSും സിമിലർ ആയിട്ടാണ് വരുന്നത്. ദെൻ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 14 ബിറ്റ് ആണ്. അതുപോലെ ടെമ്പോറൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 60 ഡേയ്സ് ആണ്. അപ്പോൾ 8 ഡേയ്സ് വിത്ത് ലാൻഡ്സാറ്റ് 8 കോൺസ്റ്റലേഷൻ എന്നുള്ളതാണ്. അതായത് ലാൻഡ്സാറ്റ് 9 സിംഗിളായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് 16 ഡേയ്സ് ആണ് അതിൻ്റെ ടെമ്പോറൽ റെസൊല്യൂഷനായിട്ട് വരുന്നത്. പക്ഷെ ഇത് ലാൻഡ്സാറ്റ് 8ഉമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ 8 ദിവസത്തിലും സെയിം ആയിട്ടുള്ള സ്ഥലത്ത് ഇതിലേതെങ്കിലും ഒരു സാറ്റലൈറ്റ് എത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ഇന്ത്യൻ റിമോട്ട് സെൻസിങ് പ്രോഗ്രാംസ് ആണ് IRS എന്ന് പറയുന്നത്. ദ IRS പ്രോഗ്രാം ഈസ് ഇന്ത്യ സിവിലിയൻ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് സീരീസ് ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ISRO ഡെവലപ്പ് ചെയ്തിട്ടുള്ള റിമോട്ട് സെൻസിങ് പ്രോഗ്രാമാണ് ഇന്ത്യൻ IRS എന്ന് പറയുന്നത്. ഈ സീരീസിലെ ആദ്യത്തെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് IRS-1A ആണ്. 1988 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡിസൈനഡ് ടു പ്രൊവൈഡ് ഡാറ്റ ഫോർ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വാട്ടർ റിസോഴ്സസ്, ലാൻഡ് യൂസ് മാപ്പിംഗ്, അർബൻ പ്ലാനിംഗ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ മോണിറ്ററിംഗ് ആണ്. അപ്പോൾ ഈ IRS പ്രൊവൈഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറും അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സസിനെ കുറിച്ചും ലാൻഡ് യൂസ് മാപ്പിങ്ങും അർബൻ പ്ലാനിങ്ങും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും എൻവയോൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യുകയാണ് ഇത്തരം റിമോട്ട് സെൻസിങ് സീരീസുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് സൺസിൻക്രണസ് ആയിട്ടുള്ള ഓർബിറ്റിലും അതുപോലെ തന്നെ നിയർ പോളാർ ഓർബിറ്റുകളിലും റിപ്പീറ്റേറ്റീവ് ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കവറേജ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇതിനകത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട്. ലിസ്പാൻ, AWIFS അതുപോലെ തന്നെ അത്തരത്തിലുള്ള കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സുകൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ കാർട്ടോസാറ്റ് സീരീസ് ക്യാമറാസ് ഓഫറിംഗ് മൾട്ടി റെസൊല്യൂഷൻ ആൻഡ് മൾട്ടി സ്പെക്ട്രൽ ഡാറ്റയാണ് എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് കാർട്ടോസാറ്റ് സീരീസിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ക്യാമറാസ് എന്ന് പറയുന്നത് മൾട്ടി റെസൊല്യൂഷനും അതുപോലെ തന്നെ മൾട്ടി സ്പെക്ട്രൽ ഡാറ്റയുമാണ് എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു സെൻസറിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ഒബ്ജക്റ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, സൈസിലുള്ള ഒബ്ജക്റ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്തുകളിൽ പ്രവർത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പോൾ മേജർ IRS സാറ്റലൈറ്റ്സിന് അതിൻ്റെ അപ്ലിക്കേഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. IRS-1A സാറ്റലൈറ്റുകൾ എന്ന് പറയുന്ന സമയത്ത് IRS-1A 1988 മുതൽ റിസോർസാറ്റ് 2A 2016 വരെയുള്ള സെൻസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇപ്പം കംപ്ലീറ്റഡ് ആയത് IRS-1A, IRS-1B, IRS-P2, IRS-IC, IRS-ID, OceanSat 1 ഇതൊക്കെ തന്നെ ഇപ്പം ഈ ഒരു സാറ്റലൈറ്റിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി. ഇപ്പോഴും സർവീസിലുള്ളത് 2003 മുതലുള്ള സാറ്റലൈറ്റുകളാണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ IRS സാറ്റലൈറ്റുകളും അതിൻ്റെ റെസൊല്യൂഷൻ ആൻഡ് സെൻസർ ക്യാരക്ടറിസ്റ്റിക്സുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം IRS-1A ആൻഡ് IRS-1B ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. LIS-1ഉം അതുപോലെ LIS-2ഉം, അതായത് ലീനിയർ ഇമേജിംഗ് സെൽഫ് സ്കാനർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു ഒപ്റ്റിക്കൽ ആൻഡ് പാസീവ് ആയിട്ടുള്ള നമ്മുടെ പുഷ് ബ്രൂം സ്കാനിങ് സിസ്റ്റം ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു സെൻസറാണ്. ദെൻ ഇതിൻ്റെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് LIS-1നാണെങ്കിൽ 0.45 മുതൽ 0.52 വരെയാണ് വരുന്നത്. ദെൻ 0.52 മുതൽ 0.59 വരെയും, ദെൻ 0.62 മുതൽ 0.68 വരെയും, ദെൻ 0.77
0.7 ആൻഡ് 0.86 വരെയാണ് വരുന്നത്. സ്പേഷ്യൽ റെസൊല്യൂഷൻ 72.5 മീറ്റർ ആണ്. റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 7 ബിറ്റ് ആണ്. ടെമ്പോറൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 22 ഡേയ്സ് ആണ് എന്നുള്ളതാണ്. ഇവിടെ ലിസ്റ്റ് 2-ൽ സെയിം ആയിട്ടുള്ള VNIR ബാൻഡ്സ് ആണ്. ദാറ്റ് മീൻ വിസിബിൾ ആൻഡ് നിയർ ഇൻഫ്രാറെഡിൻ്റെ ബാൻഡുകളാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 36.25 മീറ്റർ ആണ്. റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 7 ബിറ്റ് ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കുറേ സ്ഥലത്ത് ഈ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ പറയുന്നുണ്ട്. റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻസറിന് തിരിച്ചറിയാൻ കഴിയുന്ന ഓരോ ഒബ്ജക്റ്റിൻ്റെയും റിഫ്ലക്റ്റഡ് എനർജിയുടെ ആ ഒരു വേരിയേഷനാണ് നമ്മൾ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു 7 ആണ് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതായത് ഒരു ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ബ്രൈറ്റ്നസ് വാല്യൂ എന്ന് പറയുന്നത് 7 ബൈനറി ഡിജിറ്റ്സിലാണ് അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ദാറ്റ് മീൻ 2⁻7 ആണ്. അതായത് 2നെ നമ്മൾ 7 വട്ടം ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 128 ആണ്. സോ ആ ഇമേജിന് നമുക്ക് 128 ഗ്രേ സ്കെയിലിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ആ ഒരു സാറ്റലൈറ്റിൻ്റെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ടെമ്പോറൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 22 ഡേയ്സ് ആണ്. ദെൻ അതുപോലെ തന്നെ IRS, IC ആൻഡ് IRS ID എന്ന് പറയുന്ന സാറ്റലൈറ്റ്സ് ആണ്. അതിലും അതായത് പാൻക്രോമാറ്റിക്കിൻ്റെ സെൻസേഴ്സും ലിസ്സും ആണ് ലിസ് 3 അതിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സെൻസറാണ് വൈഡ് ഫീൽഡ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ വരുന്നത് പാൻക്രോമാറ്റിക്കിൻ്റെ 5.8 ആണ്. ലിസ് 3-യുടെ 23.5 ആണ്. അതായത് വിസിബിൾ ആൻഡ് നിയർ ഇൻഫ്രാറെഡിൻ്റെ ഭാഗങ്ങളിൽ. ദെൻ പിന്നെ വരുന്നത് 70 മീറ്റർ ആണ്. 70 മീറ്റർ എന്ന് പറയുന്നത് ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ് ആണ്. ഇവിടെ പാനിൻ്റെ പാൻ സെൻസറിൻ്റെ പാൻക്രോമാറ്റിക്കിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ 5.8 ആണ്. ദെൻ ലിസ് 3-യുടെ നമ്മൾ പറഞ്ഞു 23.5 മീറ്റർ ആണ്. ദെൻ ഷോർട്ട് വേവ് ഇൻഫ്രാറെഡിൻ്റെ 70 മീറ്റർ ആണ് എന്നുള്ളതാണ്. റേഡിയോമെട്രിക് റെസൊല്യൂഷൻ വരുന്നത് 6 ബിറ്റ്, 7 ബിറ്റ് ആൻഡ് 7 ബിറ്റ് എന്നുള്ളതാണ്. ദെൻ ടെമ്പോറൽ റെസൊല്യൂഷൻ 24 ഡേയ്സും 24 ഡേയ്സ് ആൻഡ് നമ്മുടെ വൈൽഡ് ഫീൽഡ് സെൻസേഴ്സിന് മാത്രം 5 ഡേയ്സുമാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, വൈഡ് ഫീൽഡ് സെൻസേഴ്സിന് 5 ഡേയ്സ് ആണ് ഇവിടുത്തെ ടെമ്പോറൽ റെസൊല്യൂഷൻ വരുന്നത്. ദെൻ IRS P3 ആണ്. IRS P3-ൽ വൈൽഡ് ഫീൽഡ് സെൻസേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോഡുലാർ ഒപ്റ്റോ ഇലക്ട്രോണിക് സ്കാനറുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഈ വൈൽഡ് ഫീൽഡ് സ്കാനറിൽ VNIR ബാൻഡ്സ് തന്നെയാണ്, വിസിബിൾ ആൻഡ് നിയർ ഇൻഫ്രാറെഡ് ബാൻഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് മോഡുലാർ ഒപ്റ്റോ ഇലക്ട്രോണിക് സ്കാനറിൽ 0.41 മുതൽ 1.1 വരെയുള്ള ബാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് വരുന്നത്. 188 മീറ്റർ ആണ് ഇതിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ വരുന്നത്. ദെൻ 520 to 1500 മീറ്റർ വരെയാണ് MOS-ൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ വരുന്നത്. അപ്പോൾ രണ്ടിനും 7 ബിറ്റാണ് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. ദെൻ ഒന്നിന് 5 ഡേയ്സ് ടെമ്പോറൽ റെസൊല്യൂഷൻ ആണെങ്കിൽ മറ്റൊന്നിന് 24 ഡേയ്സ് ആണ് വരുന്നത്. ദെൻ ഓഷ്യൻ സാറ്റും റിസോഴ്സ് സാറ്റിലും ഒക്കെ സെയിം ആയിട്ടുള്ള OCM അഥവാ ഓഷ്യൻ കളർ മോണിറ്ററിങ്ങിൻ്റെ ഒരു സെൻസർ യൂസ് ചെയ്തിരിക്കുന്നു. ദെൻ MSMR എന്ന് പറയുമ്പോൾ മൾട്ടി ഫ്രീക്വൻസി സ്കാനിങ് മൈക്രോവേവ് റേഡിയോമീറ്റർ ആണ് ഇതിനകത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ദെൻ റിസോഴ്സ് സാറ്റിൽ ലിസ്റ്റ് തന്നെയാണ് വീണ്ടും എഗെയിൻ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ദെൻ അവിടെ അഡ്വാൻസ്ഡ് വൈഡ് ഫീൽഡ് സെൻസേഴ്സും കൂടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർട്ടോസാറ്റിൻ്റെ സീരീസ്, ദെൻ റിസാറ്റ്, ഓഷ്യൻ സാറ്റ് തുടങ്ങിയവയാണ്. കാർട്ടോസാറ്റിൽ പാൻ എഫും പാൻ എയുമാണ് സെൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻ പാൻക്രോമാറ്റിക്കിൻ്റെ ഫോർവേഡ് വ്യൂ കിട്ടുന്ന സെൻസറും അതുപോലെ തന്നെ പാൻക്രോമാറ്റിക്കിൻ്റെ ബാക്ക്വേർഡ് വ്യൂ കിട്ടുന്ന സെൻസേഴ്സുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ കാർട്ടോസാറ്റ് സീരീസിലും പാൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റിസാറ്റിൽ SAR മൈക്രോവേവിൻ്റെ സിന്തറ്റിക് അപ്പാർച്ചർ റഡാറിൻ്റെ ഒരു സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ C-ബാൻഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ഓഷ്യൻ സാറ്റിൽ OCM2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സെൻസറായിട്ട്. ദാറ്റ് മീൻ ഓഷ്യൻ കളർ മോണിറ്ററിൻ്റെ ഒരു ഇതാണ്. അത് 0.40 മുതൽ 0.90 വരെയാണ് അതിൻ്റെ ഇത് വരുന്നത്, ബാൻഡ് വരുന്നത്. 360 മീറ്റർ ആണ് അതിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ. 12 ബിറ്റ് ആണ് അതിൻ്റെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ വരുന്നത്. ദെൻ 2 ഡേയ്സ് ആണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റിസാറ്റിൻ്റെ ടെമ്പോറൽ റെസൊല്യൂഷൻ ആണ് 25 ഡേയ്സ് ഒക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. ദെൻ അടുത്താണ് സ്പോട്ട് എന്ന് പറയുമ്പോൾ ഫ്രാൻസിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ എർത്ത് ഒബ്സർവേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വിക്ഷേപിക്കപ്പെടുന്നത്.
സിസ്റ്റം പോറൽ ഒബ്സർവേഷൻ ഡീലാറ്ററെ എന്നുള്ളതാണ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇത് വരുന്നത്. ഫസ്റ്റ് എർത്ത് ഒബ്സർവേഷൻ സിസ്റ്റം ടു യൂസ് ലീനിയർ അറേ എന്നുള്ളതാണ്. അപ്പോൾ ലീനിയർ അറേ ഉപയോഗിക്കുന്ന ആദ്യത്തെ എർത്ത് ഒബ്സർവേഷൻ ആണ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത്. അതായത് പുഷ് ബ്രൂം സ്കാനിങ് ടെക്നിക്ക് യൂസ് ചെയ്തത് ഇതിലാണ് എന്നുള്ളതാണ്. ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് പോയിന്റബിൾ ആൻഡ് സ്റ്റിയറബിൾ ഒപ്റ്റിക്സ് എനേബിളിംഗ് ഓഫ് നാദർ വ്യൂവിംഗ് ആൻഡ് ഫ്രീക്വൻറ്റ് റീവിസിറ്റ് എന്നുള്ളതാണ്. അപ്പം പോയിന്റബിൾ ആയിട്ടുള്ള സ്റ്റിയറബിൾ ആയിട്ടുള്ള ഒപ്റ്റിക്സും അതുപോലെ തന്നെ ഓഫ് നാദറിൻ്റെ ഒരു വ്യൂ എനേബിൾ ആക്കുന്ന ഒരു സംവിധാനവും അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റീവിസിറ്റും നടത്താൻ കെൽപ്പുള്ളതായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആയിരുന്നു സ്പോട്ട് എന്ന് പറയുന്നത്. സാറ്റലൈറ്റിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന അതിൻ്റെ സെൻസറിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന പൊസിഷനെയാണ് നമ്മൾ നാദർ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ നാദർ പോയിന്റിന് അപ്പുറത്തേക്ക് അതിൻ്റെ സൈഡ് വ്യൂസ് കൂടി എനേബിൾ ആക്കിയിട്ടുള്ള ഒന്നായിരുന്നു സ്പോട്ടിൻ്റെ സാറ്റലൈറ്റുകൾ. ദെൻ ഇത് ഡിജിറ്റൽ എലിവേഷൻ മോഡലുകൾ അതുപോലെ തന്നെ സ്റ്റീരിയോസ്കോപ്പിക് ഇമേജിങ് ഇതിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. ദെൻ കാർട്ടോഗ്രഫിയും ലാൻഡ് യൂസ് മാപ്പിങ്ങും അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഡിസാസ്റ്റർ മോണിറ്ററിംഗ് തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സാറ്റലൈറ്റുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ 1986 സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 2023 അതായത് 2026 കാലഘട്ടങ്ങൾ വരെയും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒന്നാണ് സ്പോട്ടിൻ്റെ പ്രോഗ്രാമുകൾ. ഓക്കെ, അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും 7 സീരീസാണ് സ്പോട്ടിനുള്ളത്. ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള സെൻസേഴ്സും അതിൻ്റെ സ്പേഷ്യൽ റെസല്യൂഷനും സ്പെക്ട്രൽ ബാൻഡും റേഡിയോമെട്രിക് റെസല്യൂഷനും ടെമ്പറൽ റെസല്യൂഷനും ഒക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്പോട്ടിൻ്റെ പ്രോഗ്രാമുകൾ. അപ്പം ഈ ഒരു സ്പോട്ടിൻ്റെ പ്രോഗ്രാമുകളിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് HRV അതുപോലെ തന്നെ HRVIR അതുപോലെ തന്നെ HRG, HRS, നവോമി തുടങ്ങിയ സെൻസേഴ്സാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ HRV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റെസല്യൂഷൻ വിസിബിൾ സെൻസേഴ്സ് ആണ്. ദെൻ HRVIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റെസല്യൂഷൻ വിസിബിൾ ആൻഡ് ഇൻഫ്രാറെഡ് സെൻസേഴ്സിനെയാണ് HRVIR എന്ന് വിളിക്കുന്നത്. ദെൻ HRG എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റെസല്യൂഷൻ ജിയോമെട്രിക് സെൻസേഴ്സ് ആണ്. ദെൻ HRS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റെസല്യൂഷൻ സ്റ്റീരിയോസ്കോപ്പിക് സെൻസേഴ്സ് ആണ്. ദെൻ നവോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ആസ്ട്രോസാറ്റ് ഒപ്റ്റിക്കൽ മോഡുലാർ ഇമേജുകളിനെയാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും സ്പേഷ്യൽ റെസല്യൂഷനും സ്പെക്ട്രൽ റെസല്യൂഷനും അതുപോലെ തന്നെ റേഡിയോമെട്രിക് റെസല്യൂഷനും ടെമ്പോറൽ റെസല്യൂഷനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഇതിന് അടുത്ത പ്രധാനപ്പെട്ടൊരു സാറ്റലൈറ്റ് ആണ് ഐക്കണോസ് എന്ന് പറയുന്നത്. ഇത് GeoEye ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. GeoEye എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് GeoEye. അവർ പ്രൊവൈഡ് ചെയ്തൊരു ഹൈ കൊമേഴ്ഷ്യൽ റെസല്യൂഷൻ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് ഐക്കണോസ് എന്ന് പറയുന്നത്. 1999 ഇത് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റ് സക്സസ്ഫുൾ കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ് ടു പ്രൊവൈഡ് സബ്മീറ്റർ റെസല്യൂഷൻ ഇമേജറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റിൻ്റെ ഇതിൽ ആദ്യമായിട്ടുള്ളൊരു കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ് ആണ് ഐക്കണോസ് എന്ന് പറയുന്നത്. ഇതിലും പുഷ് ബ്രൂം സ്കാനിങ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാൻക്രോമാറ്റിക്കും മൾട്ടി സ്പെക്ട്രൽ ആയിട്ടുള്ള സെൻസേഴ്സും ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് പാൻ ആൻഡ് MSS ഡാറ്റ മെർജ് ചെയ്തതിന് ശേഷം 0.82 മീറ്റർ പാൻ ഷാർപ്പ്നഡ് കളർ ഇമേജറി ഇവർ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ അർബൻ പ്ലാനിങ്, കാർട്ടോഗ്രഫി, മിലിറ്ററി ഇൻ്റലിജൻസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്തരം സാറ്റലൈറ്റുകളുടെ ഡാറ്റകൾ എടുത്തിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോഞ്ചിങ് ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ 24, 1999 ആണ്. ഇത് സൺസിൻക്രണസ് ആയിട്ടുള്ള ഓർബിറ്റിലാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എർത്ത് സർഫേസിൽ നിന്നും 681 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് വരുന്നത്. ദെൻ ഇതിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 98.1 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ സെൻസർ പാൻക്രോമാറ്റിക് സെൻസറുകളും അതുപോലെ തന്നെ മൾട്ടി സ്പെക്ട്രൽ സെൻസേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ദെൻ ഇക്വേറ്റർ ക്രോസിംഗ് ടൈം എന്ന് പറയുന്നത് 10:30 AM ആണ്. റെവല്യൂഷൻസ് പെർ ഡേ എന്ന് പറയുന്നത് 14.7 വരുന്നത്. ദെൻ ഇതിൻ്റെ ടെമ്പോറൽ റെസല്യൂഷൻ എന്ന് പറയുന്നത് 11 days ആണ്. അതായത് റീവിസിറ്റ് ടൈം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടെമ്പോറൽ റെസല്യൂഷൻ എന്ന് പറയുന്നത് 3 days അറ്റ് 40 degree ലാറ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, ദെൻ സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് പറയുന്നത് 0.82 മീറ്റർ ആണ് പാൻക്രോമാറ്റിക്കിന്. മൾട്ടി സ്പെക്ട്രൽ ആണെന്നുണ്ടെങ്കിൽ 3.2 മീറ്റർ ആയിട്ടാണ് വരുന്നത്. ദെൻ സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഓഫ് നാദിർ ആണ്. ഓഫ് നാദിർ എന്ന് പറയുന്ന സമയത്ത് സെൻസറിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമല്ലാതെ അതിൻ്റെ സൈഡിൻ്റെ വ്യൂ ഒക്കെ ഉൾപ്പെടുത്തി നോക്കുമ്പം പാനിന് 1.1 മീറ്ററും അതുപോലെ തന്നെ 4 മീറ്റർ MSSന് വരുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ സ്വാറ്റിൻ്റെ വിഡ്ത്ത് 11.3 കിലോമീറ്റർ ആണ്.
ദെൻ സ്പെക്ട്രൽ ബാൻഡ്സ് എന്ന് പറയുന്നത് ഇവിടെ പാൻ ബാൻഡിൽ 0.45 മുതൽ 0.90 വരെയുള്ള മേഖലകളും, അതായത് മേഖലകളും, ദെൻ 0.45 മുതൽ 0.52 വരെയുള്ള മേഖലയും, ദെൻ ഗ്രീനിൽ 0.52 മുതൽ 0.60 വരെയുള്ള മേഖലയും, റെഡിൽ 0.63 മുതൽ 0.69 മൈക്രോമീറ്റർ വരെയുള്ള മേഖലകളും ഉപയോഗിക്കുന്നുണ്ട്. നിയർ ഇൻഫ്രാറെഡിൽ 0.76 മുതൽ 0.90 വരെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ വരുന്നത് 11 ബിറ്റ് ആണ്. സോ ചുരുക്കത്തിൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയും എർത്തിൻ്റെ ഒബ്സർവേഷനെയും സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ സ്പേഷ്യൽ, സ്പെക്ട്രൽ ആൻഡ് റേഡിയോമെട്രിക് ആൻഡ് ടെമ്പോറൽ റെസൊല്യൂഷൻ്റെ എൻഹാൻസ്മെൻറ്റ് ഡാറ്റയുടെ അക്യുറസിയെ കുറച്ചുകൂടെ സഹായിക്കുമെന്നുള്ളതാണ്. സോ നമ്മളിതിൽ പഠിച്ച ലാൻഡ്സാറ്റ് എന്ന് പറയുന്നത് വളരെ ലോങ് ടേം ആയിട്ട് ഗ്ലോബൽ ഡാറ്റാ സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. സ്പോട്ട് എന്ന് പറയുന്നത് ഹൈ റെസൊല്യൂഷൻ ആൻഡ് സ്റ്റീരിയോ ഇമേജിംഗ് ക്യാപ്പബിലിറ്റീസ് ഉള്ളൊരു സാറ്റലൈറ്റ് ആണ്. ദെൻ IRS ആണ് ഇന്ത്യയുടെ റിസോഴ്സ് മാനേജ്മെൻറ്റിനെയും സെൽഫ് റിലയൻസിനെയും എന്ത് ചെയ്തിട്ടുള്ളത്, സ്പേസ് ടെക്നോളജിയുടെ കാര്യത്തിൽ ഒന്നുകൂടെ ഉറപ്പിച്ചിട്ടുള്ളത്. ദെൻ ഐക്കണോസ് എന്ന് പറയുന്നത് അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ഇമേജിംഗ് സിസ്റ്റമാണ് എന്നുള്ളതാണ്. സോ സാറ്റലൈറ്റ് ടെക്നോളജികൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനും കൃത്യമായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മോണിറ്ററിങ്ങിനുമൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്.